ഇപ്പോൾ അവസാനിച്ച ചെന്നൈ ഗുജറാത്ത് മത്സരത്തിൽ ചെന്നൈ കളി തോറ്റപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാൻ RCB ടീമിന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPLിലെ എല്ലാ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെന്നൈ ഇന്ന് കളി തോറ്റപ്പോൾ അവർക്ക് പണിയായിരിക്കുകയാണ്. ചെന്നൈ ഇപ്പോൾ പുറത്താകലിൻ്റെ വക്കീലാണ്. ഇനി അവർക്ക് ബാക്കി 2 മാച്ച് മാത്രമേ ഉള്ളൂ. 12 മാച്ചിൽ നിന്ന് 12 പോയിന്റാണ് ചെന്നൈക്കുള്ളത്. 16 പോയിന്റ് ആകാൻ ഇനി ബാക്കിയുള്ള 2 മാച്ചിലെ 2 എണ്ണത്തിലും ചെന്നൈ ജയിക്കണം. ഒരെണ്ണത്തിൽ തോറ്റാൽ പോലും ചെന്നൈ പ്ലേ ഓഫിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് ചെന്നൈ ഡേഞ്ചർ സോണിലാണ്. ഇന്ന് കളി ജയിച്ചതുകൊണ്ട് തന്നെ ഗുജറാത്ത് ടീമിന് 10 പോയിന്റ് ആയിട്ടുണ്ട്. അവർക്കിനി ബാക്കിയുള്ള 2 മാച്ചിൽ ജയിച്ചാൽ 14 പോയിന്റ് നേടാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ RCBയെ പോലെ ചെറിയൊരു ചാൻസ് ഗുജറാത്തിന് ഇപ്പോഴുമുണ്ട്. നിലവിലിപ്പോൾ പുറത്തായ ടീമുകൾ മുംബൈയും പഞ്ചാബുമാണ്. RCB ടീമിന് ഇനി ബാക്കിയുള്ള 2 മാച്ചിലെ 2 എണ്ണത്തിലും ജയിച്ചാൽ 14 പോയിന്റ് നേടാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ പ്ലേ ഓഫിലെത്താം. നിലവിലിപ്പോൾ 6 ടീമുകളാണ് പ്ലേ ഓഫിന് വേണ്ടി മത്സരിക്കുന്നത്. ഇതിലെ 2 സ്ലോട്ട് ബുക്കായിരിക്കുകയാണ്. കൊൽക്കത്തയും രാജസ്ഥാനുമാണത്. അവര് 16 പോയിന്റ് നേടിക്കഴിഞ്ഞു. അവർ പ്ലേ ഓഫിൽ എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള 3 മാച്ചിലെ ഒരെണ്ണത്തിൽ ഈ 2 ടീമുകളും ജയിച്ചാൽ അവർ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തും. അതുകൊണ്ട് രാജസ്ഥാനെയും കൊൽക്കത്ത ടീമിനെയും മാറ്റി നിർത്താം. അവർക്കിനി പ്ലേ ഓഫിൽ 2 മാച്ച് കിട്ടും. അതുകൊണ്ട് ഈ 2 ടീമുകളും ഈസി ആയിട്ട് ഫൈനലിലെത്തും. ഇനി ബാക്കിയുള്ളത് 2 സ്ലോട്ടാണ്. ഇതിലേക്ക് വേണ്ടി മത്സരിക്കുന്നത് ഹൈദരാബാദ്, CSK, ഡൽഹി, ലക്നൗ ടീമുകളാണ്. ഈ 4 ടീമിനും 16 പോയിന്റ് നേടാൻ സാധിക്കും. ലാസ്റ്റ് നെറ്റ് റൺ റേറ്റ് ആർക്കാണോ കൂടുതൽ അവരായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്. നിലവിലിപ്പോൾ SRH ടീമിനാണ് സാധ്യത കൂടുതൽ. അവർക്ക് ഇപ്പോൾ തന്നെ 14 പോയിന്റ് ഉണ്ട്. ഇനി അവർക്ക് ബാക്കി 2 മാച്ച് ഉണ്ട്. ഇതിലെ ഒരെണ്ണത്തിൽ ജയിച്ചാൽ മതി. SRH ടീം പ്ലേ ഓഫിലെത്തും. അതുകൊണ്ട് ഇനി ഒരു സ്ലോട്ടിന് വേണ്ടിയായിരിക്കും മത്സരം നടക്കുന്നത്. CSKയും ഡൽഹിയും ലക്നൗ ടീമും. അപ്പോൾ ഈ IPLിൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.